മുസ്ലിമായ ജസ്ന വരച്ചുകൊണ്ടാണ് ശരിക്കും പറയുന്നത് ഇത്ര വൈറലായത്. അതായത് ജസ്ന എന്ന് പറയുന്ന വ്യക്തി ഒന്നില്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് മാത്രം ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ തട്ടിടും, അല്ലെങ്കിൽ ക്യാമറ കാണുമ്പോൾ മാത്രം ജസ്ന തട്ടിടുമെന്ന് ആൾക്കാർ പറയുന്നതിൽ കഴമ്പുണ്ടോ? തട്ടമിടണം തോന്നിയാൽ ഞാൻ തട്ടമിടും. അത് ചിലർ പറയും ഇവളുടെ ബിസിനസ് ട്രിക്കാണെന്ന്. അതേ ഞാൻ തന്നെയാണ് കണ്ണനെ വെച്ചിട്ട് റീൽസ് ചെയ്യുന്നത്, തട്ടമിടാതെ. ഉസ്താദ്മാർ മറ്റേ യൂട്യൂബിൽ വന്നിട്ട് പ്രസംഗിക്കും, അത് അവർക്ക് വിഷയമല്ല. തട്ടനിട്ട് ഒരു മുസ്ലിം എന്നുള്ളൊരു ലേബലിൽ ആ ഒരു വോട്ട് ചോദിക്കാൻ സത്യം പറഞ്ഞാൽ പേടി തോന്നിയോ? എന്നെ വിളിച്ചിട്ടും ഇതാക്കിയിട്ടും തെറി വിളിച്ച ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്തിന് സുരേഷ് ഗോപിയെ പറ്റി സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ തെറി വിളിച്ച ആൾക്കാരുണ്ട്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എനിക്കൊരു അനിയത്തിയുടെ സ്ഥാനം തന്നൊരു മനുഷ്യനാണ്. എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സഹായത്തിന് വേണ്ടിയിട്ടോ ഒന്നും പോയിട്ടില്ല. ഒരിക്കലും ഒരു സഹോദരനെ പറ്റി പറയാൻ പാടാത്തൊരു വാക്ക് ജസ്നയെ പറ്റി പറഞ്ഞു. നീ നിന്റെ ശരീരം വിറ്റ് ജീവിക്കുകയാണെങ്കിൽ, ശരീരം വിറ്റെന്നല്ല, നമ്മുടെ നാടൻ ഭാഷയിൽ പച്ച മലയാളത്തിൽ എന്നോട് പറഞ്ഞത്, നീ വേശ്യാവൃത്തിക്ക് ഇറങ്ങിക്കോ, നിന്റെ കൂടെ സപ്പോർട്ടായിട്ട് ഞാൻ വരാം നിന്റെ കൂടെ, നിനക്ക് എവിടെ പോകണോ ഞാൻ കൊണ്ടുപോവാം. പക്ഷേ നീ കൃഷ്ണനെ വരയ്ക്കുന്നതും അതിങ്ങനെ കൊടുക്കുന്നതും ഇത്ര മോശമാണ്. എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ സത്യമായിട്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കി, എൻ്റെ ജീവിതം എൻഡ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. ബ്ലേഡ് എടുത്ത് മുറിച്ച് ഞരമ്പ് പൊട്ടിപ്പോയി. ഞാൻ ചിന്തിച്ചത്, എനിക്കിങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു വാക്ക് പറയുമ്പം പിടുത്തം വിട്ടുപോയി. ഹലോ ഗൈസ്, വെറൈറ്റി മീഡിയയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഒപ്പം ഇന്നുള്ളത് ഒരു കലാകാരിയാണ്, ജസ്ന സലീം. ആളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 11 കൊല്ലം മുമ്പാണ് ആൾ പടം വരച്ചു തുടങ്ങി. ആൾ പടം വരയ്ക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണൻ്റെ പടങ്ങൾ മാത്രമാണ് വരയ്ക്കാറുള്ളൂ. പക്ഷേ അത് വരച്ച് ഫേമസ് ആയ, അതായത് തൻ്റെ ആർട്ടിലൂടെ ഫേമസ് ആയ, തൻ്റെ ആ ഒരു ഹാർഡ് വർക്കിലൂടെ, ആ ഒരു കഷ്ടപ്പാടിലൂടെ ഒരുപാട് കഷ്ടതകൾ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര അടിപൊളി ലൈഫാണ്, അടിപൊളി സ്റ്റോറിയാണ്. നമുക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകരോടൊപ്പം, നമ്മുടെ ഓഡിയൻസിനോടൊപ്പം നമുക്ക് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ജസ്ന. ഹായ്. നമസ്കാരം. ഹായ്. എന്താ വിശേഷം? ബർത്ത്ഡേക്ക് ആണെന്ന് കേട്ടല്ലോ. ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ എന്തായിരുന്നു പെരുന്നാളായിട്ട് പരിപാടികളൊക്കെ? എന്താ ഇല്ല, പൊതുവേ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. എനിക്കങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഈ വർഷത്തെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചു. കഴിഞ്ഞ വർഷം ഇതേപോലെ ഗുരുവായൂർ ജസ്റ്റ് ഒന്ന് വന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ കേക്ക് കട്ടിങ് അങ്ങനത്തെ ഒന്നും, പിള്ളേരുടെ ആഗ്രഹം കൊണ്ട് ഒന്ന് കട്ട് ചെയ്യുന്നല്ലാതെ. പക്ഷേ പിള്ളേരൊക്കെ ഉണ്ട്? 2 പിള്ളേരുണ്ട്. എത്ര വയസ്സുണ്ട് ഇപ്പോ? അത് ചോദിച്ചോണ്ട് വയസ്സ് പറയുന്നതിലൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. പ്രത്യേകിച്ച് എല്ലാവരോടും എനിക്ക് 32 വയസ്സായിട്ടുണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയ വഴി ഒരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ട്. അല്ല, ഞാൻ വിചാരിച്ചു എന്തോ 18, 22 എൻ്റെ ഒക്കെ പറയാൻ കോളേജൊക്കെ പഠിച്ചിറങ്ങി. പക്ഷെ എന്നാലും ഞാൻ 11 കൊല്ലം മുമ്പ് വരച്ചിറങ്ങിയപ്പോൾ ഞാൻ മറ്റേ കുഞ്ഞി കൊച്ചായിരുന്നു. നമ്മുടെ സിനിമകളിലൊക്കെ കാണും, മറ്റേ മാളികപ്പുറം സിനിമയിലൊക്കെ കാണുന്നത് ആ കൊച്ചിൻ്റെ പ്രായമൊക്കെ ഉണ്ടായിരുന്നു. അല്ലല്ല, 32 വയസ്സായത് കണ്ടാൽ തോന്നത്തില്ല. 32 വയസ്സായി. എൻ്റെ മോന് 8ാം ക്ലാസ് പഠിക്കുകയാണ്, മോൾ 5ാം ക്ലാസ് പഠിക്കുകയാണ്. ഇതറിയാതെ, കാരണം ഹസ്ബൻഡിനെയോ മക്കളെയോ ഞാൻ സോഷ്യൽ മീഡിയയുടെ മുമ്പ് കൊണ്ടുവരാറില്ല. കാരണം എൻ്റെ മോനൊരു ചെറിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു മദ്രസയിൽ. എൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞതിന് ശേഷം അവിടുത്തെ മുല്യാർ കുറച്ച് എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഫിസിക്കലായിട്ട് ഉപദ്രവിച്ചോ? അത് ഇതിന് എന്നും ഒരു ദിവസം, ഇപ്പം നമ്മളിപ്പം കുഞ്ഞ് പോകുന്ന സമയത്ത് ഒരു ദിവസം ഈ പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് തല്ലുന്നതെങ്കിൽ പിറ്റേത്തെ ദിവസം നേരം വൈകിട്ടാണ്. ഫസ്റ്റിൽ ദിവസം പഠിച്ചിട്ട് ചെല്ലില്ല എന്ന് പറയുന്ന സമയത്ത് ഇവൻ പഠിച്ചിട്ട് ചെല്ലുമ്പോൾ പിറ്റേന്ന് ഈ പറഞ്ഞ ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഇവനെ തല്ലും. അടുത്ത ദിവസം വേറെ കാരണമായിരിക്കും. അപ്പൊ ഈ കുഞ്ഞിന് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവനെ തല്ലുന്നത്. എന്താ ആ മദ്രസയില് എന്താ താങ്കളുടെ കുട്ടിക്ക് മാത്രമാണ് ഇങ്ങനെ? എന്റെ കുട്ടിക്ക് മാത്രമേ, വേറെ ഒരു കുട്ടികൾക്കും ആ ഒരു വേറെ ആരും അങ്ങനെ പറഞ്ഞു. മകനാണെന്ന് അറിഞ്ഞതിന് ശേഷം, എന്റെ മകനാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് മോൻ അങ്ങനെ ഒരു വിഷയം ഉണ്ടായത്. അപ്പൊ ഇവനിതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഇവന് ഈ പറഞ്ഞത് പോണം പഠിച്ചു ചെല്ലും, പക്ഷെ പഠിച്ചിട്ട് ചെന്ന സമയത്ത് അടുത്ത കാര്യമായിരിക്കും പറയാ, അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യമായിരിക്കും. അപ്പൊ ഇവൻ കരയിൽ തുടങ്ങി. മദ്രസ എന്ന് കേൾക്കുമ്പോൾ രാവിലെ ഇവനെ വിളിക്കുന്ന സമയത്ത്
ഇവൻ എന്തോ വെപ്രാളോ കരച്ചിലോ മെന്റലി ഇവന് ഭയങ്കര വിഷയമായി തുടങ്ങി. ഈ പേര് കേൾക്കുമ്പോൾക്ക് തന്നെ ഭയങ്കര പേടിയായി തുടങ്ങി. എത്ര വയസ്സുണ്ടാക്ക്? ആൾക്ക് ഇപ്പം 14 വയസ്സായിട്ടുണ്ട്. ഏകദേശം എത്ര നാൾ മുമ്പ്? അത് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയത്താണ്. 2ലേക്ക് എത്തിയപ്പോൾ കുട്ടിയായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണോ ചെയ്തത്? ആ മോന് ആദ്യമൊക്കെ ഈ മദ്രസയിൽ പോകുക എന്ന് പറയുമ്പോൾ സമയത്ത് ഫസ്റ്റിൽ അടിച്ച സമയത്ത് ഞാൻ പറഞ്ഞു മോനെ പഠിച്ചിട്ട് ചെല്ലേ. ഞാനും വിചാരിച്ചു കുട്ടി പഠിക്കാഞ്ഞിട്ടാണ്, മടിയായിട്ടാണ്. പിറ്റേന്ന് ഇത് നേരം വൈകി ചെന്ന് പറഞ്ഞ സമയത്ത് ഇവന് അന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവൻ നേരം വൈകി ചെന്നിട്ടില്ലല്ലോ, കാരണം ഞാൻ വണ്ടീൻ്റെ മുകളിൽ ഇറക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ ഇവന് ഹോംവർക്ക് ചെയ്തിട്ടില്ല, എന്തിനും ഓരോരോ കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈൻ തെറ്റി. അപ്പോൾ ഇവൻ ഇങ്ങനെ പരാതി പറയാം അങ്ങനെ തല്ലുന്നു എന്നുള്ളത്. എന്നിട്ടോ ഇവന് 2-3 പ്രാവശ്യം തല്ല് കിട്ടുന്ന സമയത്ത് എന്നെ വിളിപ്പിക്കും. എന്നെ വിളിപ്പിച്ച് എന്നോട് പറഞ്ഞ് ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല, നിങ്ങളെ കണ്ടിട്ടാണ് കുട്ടി വളരുക, അങ്ങനെ ഇങ്ങനെ കഥകളൊക്കെ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ഒരിക്കൽ ഉസ്താദിനോട് ഒരു 3-4 പ്രാവശ്യം എന്നെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് വിളിക്കുക ചെയ്തത്. അപ്പം ഞാൻ ഉസ്താദിനോടാണ്, ഉസ്താദേ ഞാനല്ല എൻ്റെ കുട്ടിയാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്, നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആണ് ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. എന്നതിന് ശേഷം പിന്നെയും ഇതേ ഉപദ്രവം ഉണ്ടായ സമയത്ത് എൻ്റെ അനിയനുണ്ടായിരുന്നു, അവൻ പോയ സമയത്തും ഇതേപോലെ അവനോട് പറഞ്ഞു, അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ എന്നെ കണ്ടിട്ടാണ് സമൂഹവും കുട്ടിയൊക്കെ പഠിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇങ്ങനെ വിളിപ്പിച്ച സമയത്ത് വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയിലൊക്കെ പള്ളി കമ്മിറ്റിയിലുള്ള ഒരു അംഗം പോയ സമയത്തും അദ്ദേഹത്തിൻ്റെ അടുത്തും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പള്ളി കമ്മിറ്റിയുള്ള ഒരാൾ പോയി സംസാരിക്കാൻ പോയി. അപ്പോഴും കുട്ടീനെ പറ്റി പറയുന്നതിനെക്കാട്ടിലും കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയാണ്, ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അല്ലെ സമൂഹം നമ്മളെ കാണുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇവരും പോയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ വരട്ടെ, ഞാൻ നാട്ടിൽ വന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന സമയത്ത് ഹസ്ബൻഡ് മൊല്ലിയാരുടെ അടുത്ത് പറഞ്ഞു എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം, കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ കുഞ്ഞ് പഠിച്ചോട്ടെ, കുട്ടിയുടെ കാര്യം നോക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് പോവുകയും എൻ്റെ മോനൊരു വിഷയവും. പിന്നെ ഇത് തുടർന്ന സമയത്ത് ഇവന് മെൻ്റലി വിഷയം വരൽ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് കരയുക, ഇവന് മദ്രസയുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ഇവന് ടെൻഷനും വെപ്രാളവും കൂടി തുടങ്ങി. അപ്പോൾ പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു കേസ് കൊടുക്കാൻ പറഞ്ഞു ഈ ഉസ്താദിൻ്റെ പേർക്ക്. അപ്പോൾ കേസ് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഈ കേസ് കൊടുത്താൽ ഈ കുട്ടീനെ അവിടെ പഠിപ്പിക്കാനുള്ള വകുപ്പുണ്ടോ അല്ലേ, പക്ഷേ അത് കുട്ടീനെ എന്തെങ്കിലും രീതിയിൽ ബാധിക്കൂല എന്നുള്ള ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു എല്ലാവരും. 2 വിഭാഗക്കാരുണ്ടാവുമല്ലോ, നമ്മളതിൽ നല്ലതും ചീത്തയായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ കേസും കാര്യങ്ങളൊന്നും കൊടുക്കാതെ അങ്ങനെ കുട്ടീനെ മദ്രസ വിദ്യാഭ്യാസം അവിടെ വെച്ച് നിർത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. മൊത്തത്തിൽ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ അല്ല, അവിടുത്തെ മദ്രസയിൽ പോകുന്നത് നിർത്തി. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കൊറോണ വന്ന് മദ്രസ ഫുൾ. അപ്പോൾ ഈ ഒരു ഉസ്താദിനോട് അവസാനമായിട്ട് എന്തെങ്കിലും പറയോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കോ? അതായത് അന്ന് ഏകദേശം മകന് എത്ര പ്രായമുണ്ട്? മകന് 5.5 വയസ്സ്. ആ ഒരു സമയത്ത് 5 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരു കൊച്ചിനെ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും അബ്യൂസ് ചെയ്തിട്ട്, ഫിസിക്കലായിട്ട് എന്ന് പറയുന്നത് ഇവന് ഈ അടി കിട്ടുന്നത് എന്തിനാന്ന് ഇവന് മനസ്സിലാവുന്നില്ല, അതാണ് ഇവന്റെ പ്രശ്നം. അല്ല, ഇതിപ്പോ ഞാനൊരു കാര്യം ചോദിച്ചു, ജസ്റ്റിനെ വരയ്ക്കും എന്നുള്ള ഒരു അതാണ് എല്ലാവരുടെയും പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നം ഈ ജസ്റ്റിനെ ഈ ഒരു വരയിലേക്ക് ശരിക്കും പറഞ്ഞാൽ കടന്നു വന്നത് എങ്ങനെയാ? ഞാൻ കടന്നു വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് ചിത്രം വരയ്ക്കാനേ അറിയില്ല. ഞാൻ ഇതുവരെ ചിത്രം വരച്ചിട്ട് തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ് 2013 ഫസ്റ്റ് ഞാൻ കണ്ണനെ കാണുന്നത്. ഇതിനൊക്കെ തുടക്കട്ടെന്ന് വെച്ചാൽ എന്നെ കുഞ്ഞിലെ വീട്ടിൽ കണ്ണാന്ന് വിളിക്കായിരുന്നു. കണ്ണാന്ന് വിളിക്കാറ്. അതെന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ വിളിപ്പേരായിട്ട് വന്നതാണ്. ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് വന്നൊരു കഥയാണത്, കണ്ണാന്നുള്ള വിളി. അങ്ങനെ ഇരിക്കെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു പേര്. കാരണം എൻ്റെ മതപരമായിട്ട് എന്തെങ്കിലും ചടങ്ങിന് പോകുന്ന സമയത്ത് കണ്ണാന്ന് വിളിക്കുമ്പോൾ അത് സീനാണ്. കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്, എൻ്റെ ഉമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത് മതപരമായിട്ട് കുറച്ച് മുമ്പോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഓർത്തഡോക്സ് ഫാമിലിയാണ്. തീർച്ചയായിട്ടും ഭയങ്കര മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിന്ന് ബ്രോട്ടപ്പ് ആയ ഒരാളാണ് ജസ്ന. അങ്ങനെയാ. അപ്പം അവിടെ ഈ ഞങ്ങളുടെ മതപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ അല്ല പരിപാടികൾ, ചടങ്ങുകൾ, പ്രോഗ്രാംസ് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ കഴിക്കുന്ന എടുത്ത് നമ്മൾ പുറത്തുനിന്ന് ഒരു വ്യക്തികളും വരില്ല. പൊതുവേ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ഏരിയ തന്നെ മറ്റൊരു മതസ്ഥരില്ല, മുസ്ലിം മതസ്ഥരാണ് കൂടുതലുള്ളത്. ഇനിയിപ്പോൾ കല്യാണമായാലും അങ്ങനെയൊക്കെയാണ് വിരലിലുണ്ടാവുന്ന മറ്റു മതസ്ഥരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കുടുംബത്തിലെ പരിപാടിക്ക് വരുന്ന സമയത്തൊക്കെ ഇവരെന്നെ കണ്ണാന്ന് വിളിക്കും.
ഇപ്പം ഇതറിയാത്ത ആൾക്കാരും ആരെയാ വിളിച്ചതെന്നുള്ള ആകാംക്ഷ. പിന്നീട് എന്നെ ആരും ജസ്നാന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. കണ്ണാന്നും കണ്ണമുട്ടി നായരെയും കീരമ്മ നായർ അങ്ങനെ അതിൻ്റെ തന്നെ പല പല വേർഷനായിട്ട് വിളിക്കും. അങ്ങനെ എന്നോട് നിന്നെയല്ല ഞാൻ ഈ കണ്ണനെയാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് കണ്ണൻ്റെ ഫോട്ടോ കാണിച്ചെന്ന്. അപ്പം ഞാൻ ഇതാണോ കണ്ണന്? കാരണം ഒരു കുഞ്ഞു വാവ കണ്ടിട്ട് ഭയങ്കര സന്തോഷം. നല്ല ഭംഗിയാണല്ലോ ഈ കണ്ണന്റെ ഫോട്ടോ കാണാൻ, ഭയങ്കര ആഭരണങ്ങളൊക്കെ ചെറിയ ഇതൊക്കെ വെച്ചിട്ട് മറ്റേ ഓടക്കോയിലൊക്കെ പിടിച്ച്. ഇത് ഓടക്കോയിലൊന്നുമില്ല, ഇങ്ങനെ കൊമ്പിട്ടിട്ട് ലഡു എടുത്ത് കഴിക്കുന്നൊരു കണ്ണനാണ്. അപ്പം ഞാൻ ഇതാണോ കണ്ണൻ? എനിക്ക് ശരിക്കും അത്ഭുതം. എനിക്കിത് സങ്കടം വരുന്നത്. പഠിച്ചവനെ ഒരു ചെറുതിനെ വെച്ചിട്ടാണ് ഇത്രയും കാലം എന്നെ വിളിച്ചത്. അങ്ങനെ പിന്നീട് എവിടെ കണ്ണനെ കാണുമ്പോൾ ഞാൻ പറയൽ തുടങ്ങി, ദേ കണ്ണനെ കണ്ടോ എന്ന് ചോദിക്കും. വര തുടങ്ങിയത് വര തുടങ്ങിയത് 2013-14 കാലഘട്ടങ്ങളിലാണ്. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായി നിൽക്കുന്ന സമയത്ത് ഒരു മുസ്ലിമായ ജസ്ന വരച്ച കണ്ണൻ്റെ ചിത്രം. ശരിക്കും പറഞ്ഞാൽ ഒരു മുസ്ലിമായ ജസ്ന വരച്ചുകൊണ്ടാണോ ഇത് ഇത്രയും ഫേമസ് ആയത്, അതോ ആൾക്കാർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടാണോ? അതായത് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നോക്കാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആളെ വന്ന് കാണുന്നതിന് മുമ്പ് കമൻസ് ഒക്കെ എടുത്ത് നോക്കി, അല്ലെങ്കിൽ യൂട്യൂബ് നമ്മളിങ്ങനെ നോക്കുമല്ലോ, നമ്മൾ നാളെ ആരെ കാണാൻ പോകണം ജസ്നേനെ, അന്ന് പിന്നെ ജസ്നേനെ പറ്റി നോക്കാൻ വെച്ചാൽ നമ്മളിങ്ങനെ നോക്കില്ല. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്കൊരു താടിയൊക്കെ വെച്ചിട്ട് തൊപ്പിയൊക്കെ വെച്ചൊരു കാക്ക വന്നിട്ട് പറഞ്ഞു, എന്താ ജസ്ന മുസ്ലിമായ ജസ്ന വരച്ചുകൊണ്ടാണ് ശരിക്കും പറയുന്നത് ഇത്ര വൈറലായത്, അല്ലെങ്കിൽ ഒരുപാട് ഹിന്ദു കുട്ടികൾ ഇത് വരയ്ക്കുന്നുണ്ട്, ഒരുപാട് ഹിന്ദുക്കൾ വരയ്ക്കുന്നുണ്ട് ഇതിനേക്കാളും ചെറിയ പിള്ളേർ, പക്ഷേ അവർക്കൊന്നും കിട്ടാതെ ഈ ഒരു പബ്ലിസിറ്റി മുസ്ലിമായ ജസ്ന വരച്ചുകൊണ്ടാണ് കിട്ടുന്നതെന്ന് പറയുന്നതിനോട് എന്താ അതിൻ്റെ ഉള്ളൊരു മറുപടി എന്താ? അല്ല, മറുപടി എന്താന്ന് ചോദിച്ചാൽ, ഒന്നാമത് അവർ പറയുന്നതിൽ ഒരു കഴമ്പുണ്ട്. കാരണം ഒന്നാമത് മുസ്ലിംസ് ആരും വരയ്ക്കൂല എന്നല്ല, വരയ്ക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ കണ്ണനെ മാത്രം ഉപജീവന മാർഗമായിട്ട് പോവില്ല. എന്നെ സംബന്ധിച്ച് ആരെന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് പടച്ചോനായിട്ട് ഒരു വരുമാന മാർഗം എത്തിച്ചു തന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ മതം പറഞ്ഞു കളിക്കുന്ന ആൾക്കാർക്ക് ഇതേ ഫസ്റ്റിൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് രണ്ടാമത് മുമ്പോട്ട് പോകുന്നത് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്നുള്ളതല്ല, അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിലൊരു സത്യം വേണം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സത്യം മാത്രമേ മുമ്പോട്ട് പോകുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്, ഇപ്പോൾ ജസ്ന വരയ്ക്കുന്ന ദൈവം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. ജസ്ന വിശ്വസിച്ച് വന്നത് എന്താ ഇസ്ലാം അല്ലെങ്കിൽ അള്ളാഹ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ശരിക്കും ജസ്ന ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്? മുസ്ലിം മതത്തിലാണോ അതോ ഹിന്ദു മതത്തിലാണോ ജസ്ന പേഴ്സണലി വിശ്വസിക്കുന്നത്? ഞാനുണ്ടല്ലോ കുട്ടിക്കാലത്ത് ഭയങ്കര മതപരമായിട്ട് ഭയങ്കര ഭക്താന്ന് തന്നെ പറയാം എൻ്റെ മതത്തിൽ. കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനെയാണ്. ഞങ്ങളുടെ വീട്ടിൽ പലരും എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട്, വീഡിയോ വരെ വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയാം, ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രമേ തട്ടിടുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇത്രയും കാര്യങ്ങൾ ഇതാക്കണ ഞാൻ ഇങ്ങനെ എഴുതും, ഞാൻ രാത്രി ഇങ്ങനെ എഴുതും. അപ്പോൾ തട്ടൻ അമ്പലത്തിലും ക്യാമറയുടെ മുമ്പിൽ മാത്രമാണ് ജസ്ന ഇടാറുള്ളൂ. ഞാൻ എഴുതി വെച്ചു. അപ്പോൾ ഇത് ചോദിക്കണം ഓരോന്ന് എഴുതുമ്പോൾ. അപ്പോൾ അതിലൊക്കെ ആൾക്കാർ പറയുന്നതിൽ എന്തെങ്കിലും ഫാക്ട് ഉണ്ട്. അതായത് ജസ്ന എന്ന് പറയുന്ന വ്യക്തി ഒന്നില്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച് മാത്രം, ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോകുമ്പോൾ തട്ടിടും, അല്ലെങ്കിൽ ക്യാമറ കാണുമ്പോൾ മാത്രം ജസ്ന തട്ടിടുമെന്ന് ആൾക്കാർ പറയുന്നതിൽ കഴമ്പുണ്ടോ? ഈ പറയുന്ന ആൾക്കാരോട് ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയാം. അല്ല, രസം എന്താണെന്നറിയോ, ഇവര് കമന്റ് ഇടുമ്പോ എന്നെ കുറിച്ച് വീഡിയോ വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇവര് വിശ്വസിക്കാത്തൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ഈ തട്ടമിടാത്ത ഫോട്ടോ ഇവര് കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴിയാണ്. ഞാൻ തട്ടമിട്ട ഫോട്ടോയും കണ്ടിട്ടുണ്ട്, അതും സോഷ്യൽ മീഡിയ വഴിയാണ്. അല്ലാതെ ആരും ഞാൻ ജസ്നത പോണ മക്കളെ തട്ടമിടാതെ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട വീഡിയോ അല്ല. അതായത് തട്ടൻ ഇടണം എന്ന് പറയുന്ന ഖുർആനിൽ തന്നെ അന്യ സ്ത്രീകളെ നോക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് അന്യ സ്ത്രീനെ നോക്കിയിട്ട് പറയാണ്, എന്താടി നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ, നീ മറ്റേ നരകത്തില് മറ്റേ തീക്കൊള്ളിയാണോ വെറുകൊള്ളിയാണോ ഏത്? അപ്പൊ ഈ സ്വർഗവാഹകരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അതല്ല, ഈ തട്ടമിട്ട് എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുന്ന ആൾക്കാരെടുത്ത് ഇവർക്ക് തട്ടമിടാത്ത വീഡിയോയും കിട്ടിയത് എൻ്റെ സോഷ്യൽ മീഡിയ വഴി, അല്ലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമോ എൻ്റെ ഫേസ്ബുക്കിന്നോ ആണ്. ഈ അമ്പലനട എന്ന് പറയുന്നത് 10,000 കൂടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു സ്ഥലമാണ്. അവിടെ തട്ടമിടാത്തൊരു ഫോട്ടോ പോസ്റ്റ് എനിക്ക് ചെയ്യാവേ, എനിക്ക് ചിന്തിച്ചൂടെ ഇത് മറ്റുള്ളവരോട് കാണൂ എന്നുള്ളത്. അപ്പം ഇവർക്ക് ആരാണ് പൊട്ടന്മാരാവുന്നത്, ഞാനാണോ അവരാണോ? ഞാൻ തട്ടമിടാതെ നിൽക്കലുണ്ട്. അത് എന്തെങ്കിലും ഫോട്ടോഷൂട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സാരി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം എനിക്ക് അതിൻ്റെതായ രീതിയിൽ അതും
ഇതുവരെ അങ്ങനെ ആകെ പബ്ലിക്കിന് പോയത് ഒരു ഗുരുവായൂർ ഒരു കല്യാണത്തിനാണ്. അതും നമ്മുടെ വെറൈറ്റി മീഡിയയിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വെറൈറ്റി മീഡിയക്ക് ഇന്റർവ്യൂ തരാണ്ടിരുന്നാൽ എനിക്ക് തട്ടമിടണം എന്ന് തോന്നിയാൽ ഞാൻ തട്ടമിടും. അത് ചിലർ പറയും ഇവളുടെ ബിസിനസ് ട്രിക്കാണെന്ന്. അതേ ഞാൻ തന്നെയാണ് കണ്ണനെ വെച്ചിട്ട് റീൽസ് ചെയ്യുന്നത് തട്ടമിടാതെ. അതെന്താ ബിസിനസ് ട്രിക്ക് അല്ലേ? ഈ തട്ടം എന്ന് പറയുന്നതും എനിക്ക് ഒറ്റ ഉദാഹരണം പറയാനുള്ളൂ. നമ്മുടെ മീശമാധവൻ സിനിമ ഉണ്ടല്ലോ, അതിലുണ്ടല്ലോ കണി വെച്ചിട്ട് ദിലീപിനെ കണി കാണിക്കുമ്പോൾ അത് രാരവത്തെ ചക്കയല്ലേ അമ്മയെന്ന് ചോദിക്കുന്നത്. അവര് മുമ്പ് കിടക്കുന്ന കണ്ണനെ അല്ല നോക്കുന്നത്, സൈഡിലിരിക്കുന്ന ചക്കയാണ്. അതേപോലെ ജസ്റ്റ് തട്ടമിട്ടുക്കോ നോക്കാനേ അറിയുള്ളൂ. അതിൽ വേറെ എന്ത് ഇതേ തട്ടമിടാത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇവര് കാണുന്നുണ്ട്, തട്ടമിട്ടതും പോസ്റ്റ് ചെയ്യുന്നത്. കണ്ണനെ പിടിക്കുമ്പോൾ മാത്രമേ ഞാൻ തട്ടമിടുള്ളൂ. എന്തിന്റെ ആവശ്യം? ഞാൻ അവരുടെ ചെലവില്ലാണോ? സൈബർ ബുള്ളിങ് ഒരുപാട് നേരിടുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചായിരുന്നു. സൈബർ ബുള്ളിങ് എക്സ്ട്രീം ലെവലിൽ ജസ്ന അനുഭവിക്കുന്നുണ്ട്. അല്ല, ഇപ്പം മതം പറഞ്ഞിട്ട് ഈ തെറി വിളിക്കുന്നവരോട് ചോദിക്കുന്നത് അന്യ സ്ത്രീകളുടെ കാര്യം നോക്കാൻ പാടുണ്ട് എന്ന് ഏത് മതത്തിലാണ് എഴുതി വെച്ചത്? പണ്ട് എൻ്റെ കുഞ്ഞിൽ എൻ്റെ സഹോദരിയുടെയൊക്കെ കല്യാണ സമയത്ത് വീഡിയോ ഉണ്ടെങ്കിൽ നിക്കാഹിന് ഉസ്താദ് വരൂല എന്ന് പറയലുണ്ടായിരുന്നു. വീഡിയോഗ്രാഫി അത് പണ്ട് യൂട്യൂബിൽ വന്നിട്ട് പ്രസംഗിക്കും. അത് അവർക്ക് വിഷയമല്ല. പണ്ട് ഈ സത്യസന്ധമായിട്ടുള്ള കാര്യം മുമ്പത്തെ തലമുറകളോട് ചോദിച്ചാൽ അറിയാം. ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഉസ്താദ് നിക്കാഹ് ചെയ്യാതെ ഇറങ്ങിപ്പോയി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ക്യാമറ അവർക്ക് കുഴപ്പമില്ല, വീഡിയോ അവിടെ പറ്റൂല. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എൻ്റെ 2 ഏട്ടത്തിമാരുടെ കല്യാണത്തിനും വീഡിയോ ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ കല്യാണത്തിന് അന്നപ്പോഴേക്കൊക്കെ കുറച്ച് യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഈ യൂട്യൂബിൻ്റെ അകത്ത് തൊപ്പിയും വെച്ചിട്ട് വന്ന് എന്നെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ ലാസ്റ്റ് പറയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അത് എങ്ങനെയാണെന്നറിയോ? എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നല്ല അന്തസ്സിന് വരച്ചാ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഒരാളെ പറ്റിയും കുറ്റം പറഞ്ഞിട്ട് അന്യ സ്ത്രീകളെ പറ്റി കുറ്റം പറഞ്ഞ് അതിന്ന് കിട്ടുന്ന വരുമാനത്തിലല്ല മക്കളെ എൻ്റെ വീട്ടിൽ ചോറ് വാങ്ങുന്നത്. വേറൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ അന്യ സ്ത്രീകളെ നോക്കരുതെന്ന് പറയണ്ട്. ജസ്നയെ പറ്റി കൂടുതൽ ആളുകളോട് പറയണത് കൊണ്ട് ഇവർ കൂടുതൽ ആൾക്കാരെ തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കല്ലേ? അതൊരു തെറ്റാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മോളുടെ ഈ സ്കൂളിലൊരു ടീച്ചറുണ്ട്, എടുത്ത് പറയേണ്ട ആളാ മക്കളെ. പൊയിൽക്കാവിലാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ടീച്ചർ, അറബിയുടെ ടീച്ചർ, ഇതേപോലെ അറബി പഠിച്ച ഒരു ടീച്ചറാണ് അവർ. അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ മക്കൾ 2 അറബിയാണ് വിഷയം എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചറെ മക്കൾക്ക് അറബി വലിയ അറിയില്ല കേട്ടോ. അപ്പോൾ എന്നോട് അതെന്താ? ഞാൻ പറഞ്ഞു, മദ്രസയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ട് കുഞ്ഞുങ്ങളെ അവിടുന്ന് വിട്ടാഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു സംഭവം ഉണ്ടായോ. നിങ്ങളെന്തിനു ബേജാറാന്ന്? ഞാനില്ലേ, ഏതൊരു കുട്ടിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു പടി ഞാൻ ഈ മക്കൾക്ക് എടുത്തു കൊടുത്തോളും. അതിൻ്റെ ഉത്തരവാദിത്തമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞാൽ പോരെ. ഇതേ അറബി പഠിച്ച ഒരു ടീച്ചറാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സൈഡിൽ കൂടെ ഒരുപാട് ആൾക്കാർ ചേർത്ത്. ഞാനത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി ആയിട്ടുള്ള ഒരു ബന്ധം അത് എനിക്ക് ഭയങ്കര ബോണ്ടായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അതിന് കുറച്ച് നാൾ മുമ്പാണ് തോന്നുന്നു. മറ്റേ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടു. അതായത് മകളുടെ ഒരു പ്രശ്നം പറഞ്ഞിട്ട്, അതായത് ഒരു കൊച്ചിൻ്റെ ഒരു മീഡിയ റിപ്പോർട്ടറിൻ്റെ തോളത്തിങ്ങനെ കൈവച്ചു അങ്ങനെ എന്തോ ചെയ്തിട്ട്. അതിനുശേഷമാണ് നിങ്ങളുടെ 2 പേരുടെ വീഡിയോ ഞാൻ കാണുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഫാദർ ഡോക്ടർ ബന്ധം, അതായത് ഒരു മകളും അച്ഛനും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു വാത്സല്യം, മോളേന്ന് ആ ഒരു സെറ്റപ്പ്. മോളെന്ന് വിളിച്ചിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ 2 പേരും തമ്മിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്കറിയാലോ ഇവർ തമ്മിൽ കൊള്ളാം, ഒരു അച്ഛനും മോളും പോലെ ആ ഒരു സ്നേഹം, ആ ഒരു സൈഡിൽ നിന്ന് ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ഗോപി ചേട്ടനെ മനസ്സിലാക്കണം, അത് നിറയുന്ന ഈ സമൂഹത്തിൽ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അദ്ദേഹം എന്ന് പറയുന്നത്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ എന്തെങ്കിലും കൊടുത്തത് എവിടെയെങ്കിലും പബ്ലിസിറ്റി ആകുന്നതിനെക്കാട്ടിലും കൊടുക്കാത്തതേ ഇവർ പറയുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. നല്ലതിനെക്കാട്ടിലും പ്രോത്സാഹിപ്പിക്കുകയും നല്ലതിനെക്കാട്ടിലും റീച്ച് പോവുകയും അതേപോലെ ഏട്ടൻ്റെ നന്മ കാണാൻ പലരും ശ്രമിച്ചിട്ടില്ല.
എനിക്ക് സുരേഷ് ഗോപി ചേട്ടനാന്ന് വെച്ചാൽ ഒരുത്തന് ഈ അടുത്ത ദിവസം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കമൻ്റ് ഇട്ടേക്ക് വല്ല പൈസയും വേണ്ടി വരൂല്ലേന്ന്. പൈസയും വേണ്ടി വരൂലേന്ന്. കാരണം ഏട്ടനെ പറ്റി സംസാരിക്കുന്നത് അതായത് PR വർക്കാണ് എനിക്ക് എന്തെങ്കിലും പൈസക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും. അതിനു വേണ്ടി ആ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, എനിക്ക് സുരേഷ് ഗോപി ചേട്ടനെ 2014 അറിയാം. അന്ന് തൊട്ടിട്ടുള്ള 2015 എനിക്കറിയാം. അന്ന് തൊട്ടിട്ടുള്ള ബന്ധമാണ് ഞാനും ഏട്ടനും. അന്ന് തൊട്ടിട്ട് എനിക്ക് ഒരു അനിയത്തിയുടെ സ്ഥാനം തന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സഹായത്തിന് വേണ്ടിയിട്ടോ ഒന്നും പോയിട്ടില്ല. പക്ഷേ എനിക്കൊരു സപ്പോർട്ടായിട്ട് ഒരു സാരഥിയായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്. അന്ന് തൊട്ടിട്ടുള്ള എൻ്റെ പരിചയമാണ്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എനിക്കൊരു അനിയത്തിയുടെ സ്ഥാനം തന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു അനിയത്തി ആവാൻ പറ്റും. ഒന്നും വേണ്ട, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഭാഗ്യങ്ങളൊക്കെ. നമ്മൾ കോടിക്കണക്കിന് മനുഷ്യന്മാരില്ലേ, അതിലാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊരു വീഡിയോ കാണിച്ചോട്ടെ, സുരേഷ് ഗോപി അപ്പോൾ ഒരു മൊമെന്റ്. ഞാൻ ഏട്ടനെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ വാക്ക് അത് എങ്ങനെ നിറവേറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാട്ടോ ഞാൻ കണ്ടതാണ്. സ്വന്തം മോളെ കല്യാണമായിട്ടും 3:30ക്കും ഗുരുവായൂർ റോഡുമേൽ നിന്ന മനുഷ്യനാണ്. ആർക്കെങ്കിലും പറ്റും, നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാവില്ലേ? എൻ്റെ വാപ്പ 3 മക്കളെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ വാപ്പാൻ്റെ ടെൻഷൻ എനിക്കറിയാം. ഏതൊരു മാതാപിതാക്കൾക്കും ടെൻഷൻ ഉണ്ടാവും. കാരണം നമ്മുടെ കുഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുക എന്നല്ലേ, ആ ടെൻഷൻ്റെ ഉള്ളിൽ കൂടിയും അതേപോലെ എന്നെയും സ്വന്തം മകളായിട്ട് കണക്കാക്കി എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തന്നൊരു ഏട്ടനാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയോ, ഞാൻ ഇലക്ഷൻ പ്രചാരണത്തിന് പോയതോ അങ്ങനത്തെ ഒരു സംഭവമല്ല ഇത്. യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞ വിഷുവിനെടുത്ത വീഡിയോ ആണിത്. വിഷുവിന് ഞാൻ ഗുരുവായൂർ ഫോട്ടോ സമർപ്പിച്ചിട്ട് പോകുന്ന സമയത്താണ് ഏട്ടന് സ്ഥലം പറയാൻ എനിക്കറിയില്ല, ചാവക്കാട് എത്തുന്നതിന് മുമ്പ് അവിടെ എവിടെയോ ഒരു ഇലക്ഷൻ പ്രചാരണത്തിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം ശ്രീമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനോട് പ്രൈം മിനിസ്റ്ററെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ജസ്ന ഏട്ടൻ ഇവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വന്ന ആ ഒരു നിലയ്ക്ക് ഏട്ടനെ കണ്ടിട്ട് പോവാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിതിന് പോകുന്നത്. ഏട്ടനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇതാക്കുന്നത്. പക്ഷേ ഏട്ടൻ എന്നെയും ചേട്ടനെയും കണ്ടപ്പോൾ ഞങ്ങളെ അവിടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏട്ടന് സമയം കിട്ടിയിട്ടുള്ളൂ. ഏട്ടൻ ഇലക്ഷൻ പ്രചാരണത്തിന് പോവുക. ഫുൾ വീഡിയോ എൻ്റെ ഫോണിലുണ്ട്, കാരണം ഇത് ഞാൻ തരാം. ഇലക്ഷൻ പ്രചാരണത്തിന് പോയിട്ട് എന്നെ പറ്റിയും അദ്ദേഹത്തെ പറ്റിയുമാണ് ഇവർ പറയുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കുക, പടച്ചോൻ ഇത് ഇലക്ഷൻ പ്രചാരണമാണെങ്കിലും ഞങ്ങളെപ്പറ്റി പറയാനുള്ള കാണിക്കുന്ന ഒരു അത്രയും വലിയ മനുഷ്യന് ജസ്റ്റിനെ പോലെ ഒരാളെ പറ്റി ശരിക്കും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അന്നപ്പം ഞാനിത് കേട്ടപ്പോൾ ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞതാ, ഏട്ടൻ പോകാൻ നിന്ന സമയത്ത് ഏട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ എന്നാണ്, ഞാൻ സത്യാവസ്ഥയാണ് പറഞ്ഞത്. അത്രയും ജസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ എന്താ ജസ്റ്റിനയ്ക്ക് എന്താണ് ഈ മനുഷ്യനെ പറ്റി ഫീൽ ചെയ്യണമെന്ന് പറയാൻ തോന്നി. ഞാൻ ഒരൊറ്റ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞേ, ഏട്ടൻ നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളെ ഭാഗ്യം സത്യമാണ്. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു തട്ടനിട്ട് ഒരു മുസ്ലിം എന്നുള്ളൊരു ലേബലിൽ എന്താ ആ ഒരു വോട്ട് ചോദിക്കാൻ സത്യം പറഞ്ഞാൽ പേടി തോന്നിയോ? ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഉറപ്പായിട്ടും സൈബർ ബുള്ളിങ് വരുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാവും ഞാൻ സുരേഷ് ഗോപി എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് മുറ്റത്തിറങ്ങാൻ പറ്റും. മഴ പെയ്യുമെന്ന് പേടിച്ചിട്ട് എല്ലാ സമയവും നമുക്ക് കുട കൊണ്ടെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മഴ പെയ്താൽ കുട എടുത്താൽ പോരെ എന്നുള്ള ചിന്താഗതി. സ്വന്തം മതത്തിൽപ്പെട്ട അത്ര ആൾക്കാർ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവർ ഒപ്പോസ് ചെയ്യും എന്നുള്ളൊരു ഈ ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ ഈ തെറി വിളിച്ചതും എന്നെ പറ്റി പറയുന്ന ഈ ആൾക്കാരെടുത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഒരു യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ മതപണ്ഡിതൻ എവിടെയെങ്കിലും എന്നെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഒരു സ്ഥലത്തും പറയില്ല. അതെന്താണെന്നറിയോ, എത്ര വലിയ പണ്ഡിതന്മാരുണ്ട്, അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലായിടത്തും കാണുന്നതല്ലേ, എന്നെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ആ കുട്ടിയെ കണ്ടുപിടിക്കരുത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൊല്യാർ പ്രഭാഷണം നടത്തിയിട്ടുണ്ടോ? നല്ല മൊല്യന്മാർ, നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കറിയാം അന്യ സ്ത്രീകളെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല, അവരും പടച്ചോനും ആയിക്കോളും എന്നുള്ള ഇത് അറിയുന്ന ആൾക്കാരുണ്ട്. വലിയ ആൾക്കാർ ആരും എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. ജസ്ന തന്നെ ജീവിതത്തിനെ പറ്റി പറയുമ്പോൾ, ഈ ഒരു കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഒരുപാട് സങ്കടത്തോടുകൂടി പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ച്, സ്വന്തം സഹോദരൻ, അതായത് താൻ ചെയ്യുന്നൊരു വർക്ക്, അതായത് ഇപ്പം നേരത്തെ കുറച്ച് നേരം മുമ്പ് ദൈവത്തിൻ്റെ കലയാന്ന് പറഞ്ഞ ഒരു ആർട്ടിനെ പ്രോസ്റ്റിറ്റ്യൂഷനോട് ഉപമിച്ച്, അതായത്
എന്താ കണ്ണനെ വരച്ചത് കൊണ്ട് ഇത് പ്രോസ്റ്റിറ്റ്യൂഷനേക്കാളും മോശമായിട്ടുള്ളൊരു ജോലിയാണ് ജസ്ന ചെയ്യുന്നതെന്ന് സ്വന്തം സഹോദരിനെ പറ്റി ഒരു ആണും ഒരു പെണ്ണിനെ പറ്റി പറയാൻ പാടില്ല, ഒരിക്കലും ഒരു സഹോദരനെ പറ്റി പറയാൻ പാടില്ലാത്തൊരു വാക്ക് ജസ്നയെ പറ്റി പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, എന്താ പാവം എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ സത്യമായിട്ട് ചിരി വരും. എന്താണെന്നറിയോ, നമ്മൾ അന്ന് ആ സമയത്ത് സങ്കടം തോന്നിയിരുന്നോ? അത് തീർച്ചയായിട്ടും അല്ല, ചിരി വരുമെന്ന് പറഞ്ഞപ്പോൾ മുഖത്ത് എനിക്ക് ആ ഒരു കണ്ണിൽ സങ്കടം ഇപ്പൊ ഫീൽ ചെയ്തു. ലൈക്ക് അല്ല, എനിക്ക് ശരിക്കും വിഷമമുണ്ട്. എന്താണെന്നറിയോ, ഇവരൊക്കെ കാണുന്നത് ഏത് കണ്ണിലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, നിന്റെ ശരീരം വിറ്റ് ജീവിക്കുകയാണെങ്കിൽ, ശരീരം വിറ്റെന്നല്ല, നമ്മുടെ നാടൻ ഭാഷയിൽ പച്ച മലയാളത്തിൽ എന്നോട് പറഞ്ഞിട്ട് നീ വേശ്യാവൃത്തിക്ക് ഇറങ്ങിക്കോ, നിന്റെ കൂടെ സപ്പോർട്ടായിട്ട് ഞാൻ വരാം നിന്റെ കൂടെ, നിനക്ക് എവിടെ പോകണോ ഞാൻ കൊണ്ടുപോവാം. പക്ഷേ നീ കൃഷ്ണനെ വരയ്ക്കുന്നതും അതിങ്ങനെ കൊടുക്കുന്നതും ഇത്ര മോശമാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക, പടച്ചോൻ ഇതെന്തോ പറയുന്നത്, ഞാൻ എന്ത് തെറ്റ്. നമ്മുടെ സ്വന്തം സഹോദരൻ ഒരു സഹോദരിയുടെ അടുത്ത് പറയാണ്, എന്റെ സ്വന്തം സഹോദരനല്ല കേട്ടോ, എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ്. എനിക്ക് സ്വന്തമായിട്ട് സഹോദരനാണല്ലോ. അല്ല, ഞാനത് എടുത്തു വെച്ച് പറയാൻ എന്താണെന്നറിയോ, എൻ്റെ അമ്മക്കും പാപ്പക്കും ഉണ്ടായ മക്കളെ ഒരിക്കലും അങ്ങനെ അറിയില്ല. കാരണം എൻ്റെ അമ്മയും പാപ്പയും അത്രയും നല്ല മനുഷ്യന്മാരാണ്. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അമ്മയുടെയും പാപ്പയുടെയും പ്രശ്നമാണ്, വളർത്തുദോഷം എന്ന് പറയുക. കാരണം എൻ്റെ അമ്മയുടെയും പാപ്പയുടെയും മക്കൾ ഒരിക്കലും അങ്ങനെ പറയൂല. എൻ്റെ സഹോദരിമാർ ഇതുവരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ സഹോദരിമാർക്ക് ഭർത്താക്കന്മാരുണ്ട്, അവരിതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം 1-2 ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഭക്ഷണം കഴിക്കാനൊന്നും തോന്നിയില്ല, അങ്ങനത്തെ ഒരു സങ്കടം. പക്ഷേ എന്താണെന്നറിയില്ല, 3-ാമത്തെ ദിവസം പിടുത്തം വിട്ടുപോയി. ഞാൻ ചെറുതായിട്ടൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ഒരു സംഭവം. അപ്പോൾ അതും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു. ജസ്ന പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കി, ജീവിതം എൻഡ് ചെയ്യാൻ നോക്കി, പക്ഷേ അത് നടന്നില്ല. ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ, അപ്പോൾ ആ ഒരു സഹോദരൻ അങ്ങനെ പറഞ്ഞതിന് ബന്ധപ്പെട്ട് ഞാൻ ചിന്തിച്ചത്, എനിക്കിങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായിപ്പോൾ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. നമ്മളൊരാളെ തല്ലിയെന്ന് പറയും, നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ബോധമുണ്ട്, നമ്മൾ തല്ലിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞതെന്ന്. ഇത് നമ്മളങ്ങനെ ഇത് ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു വാക്ക് പറയുമ്പം പിടുത്തം വിട്ടുപോയി എനിക്ക്. അങ്ങനെ ഞാൻ കൈൻ്റെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ബ്ലേഡ് എടുത്ത് മുറിച്ച് ഞരമ്പ് പൊട്ടിപ്പോക്കി. അല്ല, ഞാൻ ഇത് കാണിച്ചു തരാൻ കാരണം എന്താണെന്നറിയോ, ഇത് കാണിക്കാൻ കാരണം എന്താണെന്നറിയോ, ഈ അടുത്ത പറയും സമൂഹത്തിന് മുമ്പ് സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ഒരാൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കാൻ കാരണം. ഇവള് ഫുള്ള് കള്ളത്തരം പറയാം. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് പല ആൾക്കാർക്ക് അറിയില്ല, അവർ പറയണ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം. ചിലപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ അടുത്ത്, ചിലപ്പോൾ ജസ്നയുടെ ആ സഹോദരൻ ജസ്നയോട് അങ്ങനെ പറഞ്ഞവരും നല്ലൊരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് സൈലൻ്റ് ആയിട്ട് ചില സമയത്ത് വാക്കുകൾ മനുഷ്യരെ കൊല്ലും, അല്ലെങ്കിൽ കൊല്ലാൻ പ്രേരിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സഹോദരിമാർക്ക് ഭർത്താക്കന്മാരുണ്ടെന്ന്. എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവുണ്ട്. ആള് കുറച്ച് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇറങ്ങുന്ന ഒരാളാണ്. ആള് KSRTC ഡ്രൈവറായിരുന്നു, ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, അവളുടെ വരുമാന മാർഗ്ഗമാണ്, അവൾക്കാരും സഹായിക്കുന്നില്ല, അവൾക്കാരും 10 രൂപ കൊടുക്കുന്നില്ല, പിന്നെ അവൾ ചിത്രം വരയ്ക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്, അവളുടെ തൊഴിലായിട്ട് കാണും. എൻ്റെ വാപ്പ ഏതാ പറയുന്നത്, ഓളെ തൊഴിലാണത്. ഭീഷണികളുണ്ടോ? ഇപ്പോഴും ഭീഷണികൾ ഉണ്ടാവാറുണ്ടോ? ഭീഷണി ഇഷ്ടം പോലെ. ആരുടെ അടുത്തുനിന്നാണ് കൂടുതലും ഭീഷണികൾ ഉണ്ടാവാറ്? സമൂഹത്തിന് മുമ്പ് നല്ലാണ്ട്. അല്ല, സമൂഹത്തിന്റെ ഏത് വിഭാഗത്തിന്റെ? അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു പ്രത്യേക മത വിഭാഗത്തിന്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിന്റെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ കുടുംബത്തിലുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്ത്, അങ്ങനെ കുടുംബമുണ്ടല്ലോ സ്പെസിഫൈ ചെയ്ത് പറയാനാണെങ്കിലും സത്യസന്ധമായിട്ട് പറയാച്ചാല്, ഞാൻ ഇപ്പൊ ഉമ്മ കുടുംബമായിട്ട് യാതൊരു ഉമ്മയുടെ കുടുംബമായിട്ട് അവർ ഭീഷണിപ്പെടുത്താറുണ്ടായോ? ഭീഷണിപ്പെടുത്താ അവസാനമായിട്ട് എന്നോട് എൻ്റെ ബ്രദർ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ അത് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വെച്ച് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല കേട്ടോ, അത് നിങ്ങളോട് എല്ലാവരുടെ അടുത്തും പറയാം. അത് എന്ന് വെച്ചാൽ, ഒരു ഇൻ്റർവ്യൂവിന് എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അവരെന്നോട് ചോദിച്ചു എന്താണ് ഫാമിലിയുടെ സപ്പോർട്ട് എന്താണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു, ക്യാമറ ചൂണ്ടി കാണിച്ചു, ഇതൊന്നും ഇതിൽ വരൂലാലോ. ഒരു പെണ്ണുങ്ങൾ പണ്ട് ചോദിച്ചാലോ ഇതൊന്നും ഇതിൽ വരൂലാലോ എന്ന്, അതേപോലെ ഇതൊന്നും ഇതിൽ വരൂലാലോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ലെങ്കിൽ പറഞ്ഞോന്നു. അപ്പം ആളിങ്ങനെ ക്യാമറ ഓണാക്കി വെച്ച് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രത്തോളാണ്
ബ്രദർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു ഇത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു പറഞ്ഞാൽ നാച്ചുറലായിട്ട് കൈ ഇങ്ങനെ കാണിച്ചെടുത്ത് സത്യസന്ധമായിട്ടുള്ള ഞാൻ ഇത് ആത്മഹത്യക്ക് ശ്രമിച്ചു. നമ്മൾ വെറുതെ ഒരാളെടുത്ത് പറയും ഇപ്പം എല്ലാ കാര്യത്തിൽ എല്ലാവർക്കും പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു എന്നല്ലേ. പക്ഷെ അവർ ക്യാമറയിലേക്ക് എടുത്തേക്കാട്ടിലും ഈ ഒരു കണ്ടന്റ് ഫോണിലെടുത്തതാണ് അവരന്ന് റിലീസ് ചെയ്തത്. പക്ഷെ അതിനെ കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടോ. കാരണം ഒരുപാട് മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും എനിക്ക് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ആ ഒരു വീഡിയോ പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ജസ്റ്റിന് പറയുന്നത് ഇത്രയും പേര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് കൊല്ലുന്നവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങൾ തന്നെ ജസ്റ്റിനയ്ക്ക് വേണ്ടി സപ്പോർട്ടിന് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പഠിച്ച നമ്മുടെ 5 വിരലുകൾ 5 രൂപത്തിലാണ്. അതേപോലെയാണ് 5 രൂപത്തിലാണ് മനുഷ്യന്മാരും വരുന്നത്. അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും കുറ്റം പറയുന്നവരും ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ആളുടെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ആൾ ഇവിടെ ജയിച്ചു. നേരത്തെ 2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് തോറ്റു. ഇപ്പോൾ 3ാമത് നിന്ന് ജയിച്ചു. ഒരു MP ആയി സഹമന്ത്രിയായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരുള്ള എല്ലാവർക്കും മുഴുവൻ ഭയങ്കര സ്നേഹമാണ്. ജസ്റ്റിനയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? തൃശ്ശൂർ ആ ഒരു മാറ്റം ഉണ്ടാകുമോ? അല്ലെങ്കിൽ ആൾക്ക് ആ ഒരു പദവി കിട്ടിയാൽ ജസ്റ്റിന് ഹാപ്പിയാണോ? ഇത്ര അടുത്തുള്ള ഒരാളാണ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ അന്ന് ഏട്ടനെ അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഞാനും പോയി കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയോ, അതെൻ്റെയും കൂടി വിജയമായിരുന്നു. കാരണം ഏട്ടന് വേണ്ടിയിട്ട് അങ്ങനൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് എന്നെ ഒരുപാട് ആൾക്കാർ എയറിൽ കയറ്റിയതാണ്. സത്യമായിട്ട് എന്നെ വിളിച്ചിട്ടും ഇതാക്കിയിട്ടും തെറി വിളിച്ച ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്തിന് സുരേഷ് ഗോപിയെ പറ്റി സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ തെറി വിളിച്ച ആൾക്കാരുണ്ട്. അതിൽ ഒരു റെക്കോർഡ് വരെ ഞാൻ പോസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അപ്പം അത് എനിക്കൂടിയുള്ള വിജയം. ഏട്ടനെങ്ങാനും തോറ്റിട്ടുണ്ടായെങ്കിൽ ഇന്നെല്ലാവരും കൂടി ഇങ്ങനെ ഡാട്ടി കളിക്കുകയായിരുന്നു. ഉറപ്പുള്ള കാര്യമാണ്. ജയിച്ചു. പക്ഷേ ആള് ജയിച്ചു. അതിൽ ഒരുപാട് സന്തോഷം എനിക്കാണുള്ളത്. കാരണം എൻ്റെയും കൂടി ചെയ്യായിരുന്നു അത്. ഞാൻ വേറൊരു വീഡിയോ കൂടി കാണിച്ചിട്ട് നരേന്ദ്രമോദിക്ക് ജസ്റ്റിന ഇത് കൊടുക്കുന്ന ഒരു ഫോട്ടോ കൊടുക്കുന്ന ഒരു സംഭവം. നേരത്തെ പറഞ്ഞ സുരേഷ് ഗോപി സ്വന്തം മോളുടെ കല്യാണത്തിന് അത്രയും കഷ്ടപ്പെട്ട് 3:30 റോഡിൽ ഇറങ്ങി നിന്ന് ജസ്റ്റിനയ്ക്ക് വേണ്ടി ഇത് ചെയ്ത ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താ? ഇത് സത്യം പറയാ വെച്ചാൽ എന്നെ ആദ്യമായിട്ട് എയറിൽ കയറ്റിയത് 2016 അപ്പം ഈ 2016 എയറിൽ കയറാൻ കാര്യം എന്താ വെച്ചാൽ 2016 കോഴിക്കോട് പ്രധാനമന്ത്രി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തിന് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരവസരം കിട്ടി. ജസ്റ്റിന സലീം അടിച്ചാൽ ഫസ്റ്റ് ന്യൂസ് വരിക 2016 എല്ലാ മാധ്യമങ്ങളിലെത്തും. അന്ന് കൊടുത്തിട്ടുണ്ട്? ഇല്ലല്ല, അന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും അത് നമ്മുടെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഏത് ഭാഷ ഉണ്ടോ എല്ലാ ഭാഷകളിലും വന്നൊരു സംഭവമാണ് ജസ്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ സമ്മാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാം റെഡിയായി. അദ്ദേഹത്തിന് സമയം കിട്ടാത്തത് കൊണ്ട് ഇത് ഫോട്ടോ അദ്ദേഹം വാങ്ങിയില്ല. പക്ഷെ ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡായി. അങ്ങനെ ഞാൻ സുരേഷ് ഗോപി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞു നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അയക്കും. അപ്പോൾ ഒക്കെ റെഡി ആയെങ്കിൽ ലാസ്റ്റ് നിമിഷത്തിൽ അത് ക്യാൻസലായിപ്പോവും. ചിലരുടെയൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് പോയിട്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപി ത്രൂ ഒക്കെ നേരിട്ട് പോയിട്ട് ഒരു ഫോട്ടോ ആയിട്ട് കൊടുക്കുക, നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങ് പോരാ എന്നുള്ളത്. അതൊന്നുമല്ല. SPGക്കാരാണ് തീരുമാനിക്കുക. SPGക്കാരാണ് തീരുമാനിക്കുക ആര് കാണണം കാണണ്ട എന്നുള്ളത്. അവിടെ വേറൊരാൾക്കും കൈ കടത്താൻ പറ്റൂല. അപ്പം നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും, അവർ ഫൈനലി ക്യാൻസലാക്കും. അത് എൻ്റെ ഭാഗത്തുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല കേട്ടോ. അദ്ദേഹത്തിന് മിക്കതും ഇലക്ഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടൂറിൻ്റെ സമയത്തോ കഴിക്കുന്ന ഞാൻ കഷ്ടകാലത്തിന് കൊടുക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അന്ന് കൊടുക്കാൻ പറ്റില്ല, ക്യാൻസലായി പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചു. ഏട്ടാ എനിക്ക് ഇതും കൊടുക്കാൻ പറ്റിയില്ല, ഇതും ക്യാൻസലായി പോയി ഏട്ടാ. അപ്പം ഞാൻ പറഞ്ഞു നീ ആരോടും പറയണ്ട, നീ മനസ്സിൽ വെച്ചോ, നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സമയവും സന്ദർഭവും ഇത്രയും കാലം ക്യാൻസലായി പോയത് എന്തിനാന്നുള്ളത് നിനക്ക് അന്ന് മനസ്സിലാവും. അത് ഞാൻ വരയ്ക്കുന്നത് കണ്ണനെയാണ്. അപ്പം കണ്ണൻ്റെ കഥകൾ അറിയാവുന്ന വ്യക്തികൾക്ക് നല്ലോണം അറിയാം. കണ്ണൻ മാക്സിമം കളിപ്പിക്കും, അങ്ങ് അറ്റത്ത് വരെ കളിപ്പിക്കും. കളിപ്പിച്ച് കഴിഞ്ഞാൽ എന്നാ
പിടിച്ചോ എന്നുള്ള രീതിയിൽ അത് നിസ്സാരമായിട്ട് ഇട്ട് തരും. ഞാൻ 2016 തൊട്ടിട്ട് എന്നിട്ട് തലകുത്തി മറിഞ്ഞിട്ട് നടന്നിട്ടില്ല. മറിഞ്ഞിട്ട് അവസാനം നരേന്ദ്രമോദി നേരെ ഇങ്ങോട്ട് വന്നു. അത് നടക്കാത്ത സംഭവം ഞാൻ എന്നെ ഫേമസ് ആക്കിയ കണ്ണന്റെ നടയിൽ വെച്ചിട്ട് തന്നെ എനിക്ക് കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് സംഭവിക്കാൻ ഡ്രീം കം ട്രൂ. ഞാൻ എന്നെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് നല്ലതും മോശവും പറയാനും ആ ഒരു അവസരം എല്ലാവർക്കും ഇട്ടുകൊടുത്ത ആ ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ആഗ്രഹം സാധിച്ചു. അന്ന് സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ മകളുടെ വിവാഹത്തിന് വരുന്നുണ്ട്, നമുക്ക് അവിടെ വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല, കാരണം ഗുരുവായൂർ നടയിൽ വെച്ചിട്ടൊന്നും ഒരിക്കലും പോസിബിൾ ആണെന്നുള്ള കാര്യമല്ല. പക്ഷെ അത് എല്ലാം റെഡിയായിട്ട് വന്നത് പുലർച്ചെ 3:30-ക്കാണ്. അതുവരെ ഞാൻ പറഞ്ഞതില്ലേ സുരേഷ് ഗോപി ചേട്ടൻ ഈ പാസ് റെഡി ആവാഞ്ഞിട്ടും എനിക്കുള്ള പാസും എൻ്റെ കൂടെയുള്ള 2 ആളുടെ പാസും റെഡി ആയിട്ടില്ലായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടും അന്ന് വിവാഹം കഴിഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവരുടെയും കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം റോഡുമേലാണ് ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ. കൊതുകിൻ്റെ കടി ഈ ഗുരുവായൂരുള്ള ആൾക്കാർക്കറിയാം സന്ധ്യാസമയം കഴിഞ്ഞാലുള്ള കൊതുകിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള. അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കേണ്ട ഒരാവശ്യമില്ല, കാരണം എന്തെന്നും ഏതൊരു വ്യക്തിയും ഏത് തിരക്കുന്നും മാറി നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് സ്വന്തം മക്കളുടെ കല്യാണത്തിനായിരിക്കും. ആ കല്യാണത്തിന് മറ്റുള്ള ആൾക്കാരുടെ കാര്യം നോക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനും പറ്റൂല മക്കളെ. അതാണ് റെയർ പീസാണ് സുരേഷ് ഗോപി ചേട്ടന്. ആ ഒന്നേ ഉണ്ടാവുള്ളൂ, ആ ഒന്ന് മതി ഒരാൾക്ക്. അല്ലെങ്കിൽ ഇൻസിഡന്റ് മതിയില്ലേ എന്തുകൊണ്ടാണ് ജസ്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിനെ ഇത്ര സ്നേഹിക്കണമെന്ന് മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും അത് കൊടുത്തപ്പോൾ ആ ഒരു മൂമെന്റ് എനിക്കത് മനസ്സിലാവാൻ കാരണം എന്താണെന്നറിയാം, എൻ്റെ വാപ്പാക്ക് 3 പെൺകുട്ടികളാണ്. എൻ്റെ വാപ്പാന്റെ ടെൻഷൻ ഞാൻ കണ്ടതാണ് കല്യാണത്തിന്റെ സമയത്ത്. ഇത് കൊടുത്തപ്പോൾ ആ ഒരു മൂമെന്റ് എങ്ങനെയായിരുന്നു? ഡ്രീം കം ട്രൂ ആണല്ലോ. എന്താ നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്ന ഒരു സ്വപ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇടക്കാലമായിട്ട് ചിലപ്പോൾ ഞാൻ ചിത്രവര തുടങ്ങി അന്ന് തൊട്ടിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം അത് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് കൊടുത്തപ്പോൾ കുറച്ചൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനെൻ്റെ ആഗ്രഹം സാധിപ്പിച്ചെടുത്തു. അതിനേക്കാട്ടിലപ്പുറം എനിക്ക് ഇംഗ്ലീഷൊന്നും പറയാൻ അറിയില്ലെങ്കിലും മനസ്സിലാവും അത്യാവശ്യം പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇത്രയും കാലമായിട്ട് എത്ര ഫോട്ടോ വരച്ചു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് പോരുക എന്നുള്ള ഇത് മാത്രം കണ്ടുള്ളൂ. ഇദ്ദേഹം എന്നോട് സംസാരിക്കുമെന്നൊന്നും ഞാൻ ഉറങ്ങുന്നവർക്കത്ത് പോലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് ചോദിച്ചു ഇത്രയും കാലമായിട്ട് എത്ര ഫോട്ടോ വരച്ചു തന്നു. അത് ഞാൻ പറഞ്ഞു 1000 എബോവ് തന്നു. ഒരു ചിരിയോടും കൗതുകത്തോടും 1000 ഒന്ന് വെച്ച്. അപ്പം ഞാനും ഭയങ്കരമായിട്ട് ചിരിച്ചുപോയി. അപ്പം എന്നോട് പറഞ്ഞു അദ്ദേഹം അത് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം. ഡൽഹിയിലേക്ക് ആ കൊണ്ടുപോയ പോക്കായിരിക്കും ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ ജയിക്കാനുള്ള അവരുടെ രാശി ജസ്നയുടെ ആ ഒരു വരയാന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ ഏറിൽ കയറാൻ എനിക്ക് താല്പര്യമല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ കണ്ണൻ ത്രൂ ആർക്കെന്ത് നല്ലത് നടക്കുന്നുണ്ടോ അത് എൻ്റെ മാത്രമല്ല അവരുടെയും കൂടി ഭാഗ്യം കൊണ്ടായിരിക്കും. അതിലൊരു സത്യം ഞാൻ നിങ്ങൾക്ക് ഈ വിശ്വാസക്കാരോട് ആയിട്ട് എനിക്കൊരു കാര്യം പറയാം. ഒരു കല്ലിനെ വിഗ്രഹമാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂജാകാര്യങ്ങളും അതിൻ്റെ ഡെഡിക്കേഷനും മൂലമാണ്. ഞാൻ ഒരു ഫോട്ടോ വരയ്ക്കുന്നുണ്ടേ എനിക്ക് പബ്ലിക്കായിട്ട് പറയുന്നതിന് ഒരു വിരോധമില്ല. ഞാൻ ചിക്കനോ മീനോ കൂട്ടിയിട്ട് ചിത്രം വരയ്ക്കാറില്ല. ഇനി അതിൻ്റെ പുറത്ത് എൻ്റെ മതസ്ഥർ എന്നെ എയറിൽ കയറ്റിയാലേ എനിക്ക് വിരോധമല്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ ഞാൻ കുളിച്ചിട്ടേ വരയ്ക്കുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് അത് വെറും ഒരു ഫോട്ടോ ആണ്. എൻ്റെ വരുമാന മാർഗം എനിക്ക് ബിസിനസ്സായിട്ട് കണക്കാക്കാം. വെറും ഒരു ഫോട്ടോ ആണത്. പക്ഷെ അത് മറ്റൊരു മതസ്ഥൻ്റെ കയ്യിലെത്തുമ്പോൾ അത് അവൻ്റെ ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞാൻ അവന് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെതായ ഡെഡിക്കേഷനോട് കൂടെ ഞാനത് ചെയ്താലേ അതിന് പവിത്രത ഉണ്ടാവും. അത്രയും ഡെഡിക്കേഷനും ലവും ആ ഒരു ഒരു ദൈവത്തിനുള്ള സംഭവത്തോടി ജസ്ന വരയ്ക്കുന്ന ഈ മുസ്ലിംസ് ആൾക്കാർക്ക് പാൻറ്റും ആണുങ്ങളുടെ വേഷം ധരിക്കാൻ പാടില്ല എന്നുണ്ടായിട്ടും എത്ര ആൾക്കാർ പോലീസിലും മറ്റു ജോലിയിലും ആണുങ്ങളുടെ പാൻറ്റും ഷർട്ട് ഇടുന്നു. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഡെഡിക്കേഷനാണ്. അല്ലാതെ അതും മതവും തമ്മിൽ യാതൊരു ബന്ധവും അവർ വെക്കുന്നില്ല. അവരൊരു ജോലിയായിട്ട് കാണും. അതേപോലെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള സാധാരണ നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യൻ, അതാണ് ജസ്ന. ഒരു സിമ്പിളായിട്ടുള്ള ഒരുപാട് ചീത്ത കേട്ടതിനെ വിഷമം തന്നെ അല്ലെങ്കിൽ തെറി പറഞ്ഞാൽ സങ്കടം തോന്നുന്നത് നമ്മളെപ്പോലൊക്കെ തന്നെ ഒരു മനുഷ്യൻ. അപ്പം ഇങ്ങനെയൊന്നും എല്ലാവരും സൈബർ ബുള്ളിങ് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആൾ മായമായി ഒരാളുടെ മുമ്പിൽ തന്നാണ്ട് സ്വന്തമായി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ എല്ലാ സ്വപ്നങ്ങളിലേക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ കാണാം. ബൈ. ടാറ്റാ.